നിങ്ങൾക്കറിയാമോ നമ്മളുടെ മട്ടാഞ്ചേരിയിലുള്ള പോലെയുള്ളൊരു സിനഗോഗ് നമ്മളുടെ നോർത്ത് പറൂർ ഉള്ള കാര്യം? ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തുള്ള ജൂത ദേവാലയമായ ചേന്നമംഗലം ജൂതപ്പള്ളിയിലാണ് കേട്ടോ. ഏകദേശം 17-ാം നൂറ്റാണ്ടിലാണ് ഈ സിനഗോഗ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനഗോഗ് മുസീരീസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമാണ്. മട്ടാഞ്ചേരി ജൂതപ്പള്ളി കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പമേറിയ ജൂതദേവാലയം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. കേരള വാസ്തുവിദ്യയും പാശ്ചാത്യ സാങ്കേതിക വിദ്യയും ഈ സിനഗോഗിന്റെ നിർമ്മിതിയിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. കൊത്തുപണികളോട് കൂടിയ അഴ്ത്താര, പല നിറങ്ങൾ പൂശിയ ഉയർന്ന മച്ച്, മരം കൊണ്ടുണ്ടാക്കിയ മട്ടുപ്പാവ്, ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ്. ഞങ്ങളിവിടെ രാവിലെ ഒരു 11 മണിക്ക് ശേഷമാണ് എത്തിയത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് അവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ ചേന്നമംഗലം ജംഗ്ഷനിൽ നിന്നും ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. ഗൂഗിൾ മാപ്പിൽ നമുക്കിത് കോട്ടയിൽ കോവിലകം സിനഗോഗ് എന്ന് പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പാർക്കിങ്ങിനായിട്ട് അവിടെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് ഒരല്പം മാറ്റി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുകളും ഉണ്ട്. ഇവിടെ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് 10 to 15 മിനിറ്റ് മതി. എന്നിരുന്നാലും ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെയുള്ള ഫോട്ടോകളും കണ്ടന്റുകളൊക്കെ വായിച്ച് ഒരു ഹാഫ് ഡേ ചിലവഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ നമുക്ക് ഇതിനടുത്ത് തന്നെ ഒരു ബോട്ടിംഗ് ഉണ്ട്. അവിടെ നമ്മളധികം പോയില്ല, കാരണം ഇനിയും നമുക്കിവിടെ കാണാനായി പാലിയം കോവിലകം കൂടിയുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ വരികയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് സിനഗോഗ് കവർ ചെയ്തതിന് ശേഷം ഒരു നൂണാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പാലിയം കോവിലകത്തേക്കും എത്താൻ പറ്റും. പാലിയം കോവിലകം ഒരല്പം കൂടി കൂടുതൽ കാണാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സിനഗോഗിൽ നിന്ന് നമുക്ക് അധികം സമയം കളയാതെ തന്നെ ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ സിനഗോഗൊക്കെ മുഴുവൻ ചുറ്റി കണ്ടു. ഇനി അടുത്ത പ്ലാൻ പാലിയം കോവിലകമാണ്. സോ അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.